തിയേറ്ററുകളിൽ ഒരിക്കൽ കൂടി കാണാൻ മലയാളികൾ ആഗ്രഹിക്കുന്ന ഈ ചിത്രം എത്തുമ്പോൾ അതേ സ്വീകാര്യത ഈ സിനിമയ്ക്ക് ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. മലയാളികൾ ഇത്രയധികം സെലിബ്രേറ്റ് ചെയ്ത ഒരു സിനിമ ഉണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഇപ്പോഴും അതിൻ്റെ സെലിബ്രേഷൻ നടക്കുന്നു എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. എന്തായാലും കിരീടം ഒരു വലിയ ട്രെൻഡ് സെക്ടറായിരുന്നു. അന്നത്തെ കാലത്ത് ഇന്നും ആൾക്കാരുടെ നെഞ്ചിൽ നോവായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് സേതു. ലോഹിതദാസ് എന്ന ആ വലിയ എഴുത്തുകാരൻ്റെ മനസ്സിൽ ഒരു സാധാരണക്കാരൻ സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന സേതുമാധവൻ നാളെ മകൻ സബ് ഇൻസ്പെക്ടറാവും, പോലീസ് ഫോഴ്സിൽ എന്നെക്കാളും ഉയർന്ന ഉദ്യോഗസ്ഥനായി മാറുന്ന സ്വപ്നം കാണുന്ന അച്യുതൻ നായരുടെ ആ സ്വപ്നം തകർന്നടിയുന്നത് കാണുമ്പോൾ നിൻ്റെ അച്ഛനാടാ പറഞ്ഞേ കത്തി താഴെയിട തിലകൻ ചേട്ടൻ പറഞ്ഞ ഡയലോഗ്. ലോഹി ഈ സ്ക്രിപ്റ്റ് എഴുതുന്നത് പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഒരാഴ്ച കൊണ്ട് എഴുതി തീർന്ന സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റ് പരിപൂർണമാക്കി ബൈൻഡ് ചെയ്ത് ലാലിനെ ഏൽപ്പിക്കുകയാണ്. ഇത്രയും ഒരു ഡെപ്തിൽ പോയ ഒരു ക്യാരക്ടർ, ഇത്രയും ഡെപ്തിൽ പോയ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അപ്രീസിയേഷൻ, നോ ഡൗട്ട് കളക്ഷൻസ് വെയർ ഗുഡ്. ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഇപ്പോഴും അതിലെ ദേവിയെ പറ്റിയാണ് എപ്പോഴും എന്നോട് ആൾക്കാർ പറയാറ്. അതെനിക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ അപ്രീസിയേഷൻ കിട്ടിയ ഒരു ക്യാരക്ടറാണ്. സോ ഐ എം സോ ഹാപ്പി ദാറ്റ് ദിസ് വൺ ഓഫ് ദ ബെസ്റ്റ് cinema Indian cinema history has seen is getting released. So congratulations to all of you. ഡാമേജ് ഇല്ലാതെ നിങ്ങൾ അന്ന് കണ്ട കിരീടത്തിന് അതേപോലെ കൊണ്ടുവരാൻ മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. സേതുമാധവന്റെ പെങ്ങളെന്ന് അതൊരു വലിയ അഭിമാനമാണ്. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി 1000 കൈനീട്ടി നിൽക്കുന്ന സൂര്യതാപമായി താതൻ്റെ ശോകം എന്ന് പറയുന്നത് അതുല്യമായ സങ്കല്പം. എനിക്ക് താങ്ങാൻ പറ്റാത്ത സങ്കല്പമാണ്. ഈ ഗാനം മാത്രമേ സിനിമയിലുള്ളൂ. അതാണ് തലയിലെഴുത്തെന്ന് പറഞ്ഞൊരു കാര്യം. അതിന് ആരടുത്ത് ഞാൻ നന്ദി പറയണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആരായി ചെയ്തു? നമ്മുടെ പുതിയൊരു പോലീസുകാർ അച്ഛനാരില്ലേ, അങ്ങേരുടെ മോന. ഇന്റർവ്യൂവിന് ഇവിടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നൊരു ഏർപ്പാടുണ്ട്. അത് പാസ്സാണെങ്കിലേ നല്ല സ്റ്റൗട്ട് ആയിരിക്കണം. ശക്തമായ കൈഡി with all the love we hold for this amazing person, our very own Laletan. Welcoming on to the stage respected Kireedam Unni sir and Dinesh Panikkar sir. ഇങ്ങനൊരു സിനിമ നിർമ്മിക്കാൻ തയ്യാറാകുക എന്ന് പറയുന്നത് തന്നെ ഭാഗ്യമാണ്. അപ്പോൾ ഇങ്ങനൊരു സിനിമ നിർമ്മിച്ചതിന് ഉണ്ണി, ദിനേശ്, ഇപ്പം ഞാൻ നിങ്ങളെ നന്ദി പറയുന്നു. വിജയകുമാർ, സിബി, അല്ലെങ്കിൽ കുമാർ, കൈതപ്പുറം സാർ, ശ്രീകുട്ടൻ, ഇതിൽ അഭിനയിച്ച എല്ലാവരും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഈ സമയം ഓർക്കുകയാണ്. ആൻഡ് ബിഗ് താങ്ക്സ് ടു NFDC. അതാണ് ഏറ്റവും വലിയ താങ്ക്സ് പറയേണ്ടത്. പലപ്പോഴും നമ്മുടെ സിനിമയുടെ ഒരു റെസ്റ്റോറേഷനൊന്നും നമുക്കില്ല. ഒരുപാട് നമ്മളുടെ സിനിമകൾ നഷ്ടപ്പെട്ടു പോയി, അതിൻ്റെ പ്രിൻ്റുകളൊന്നുമില്ല. പക്ഷേ ഇതാണ് ഇതിൻ്റെ അതിൻ്റെ ഒരു നന്മ കൊണ്ട് മാത്രമായിരിക്കാം എനിക്ക് തോന്നുന്നത് നാഷണൽ അവാർഡൊക്കെ കിട്ടിയത് കൊണ്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് ആർക്കൈവ്സിലേക്ക് പോയതായിരിക്കാം. എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ സിനിമയിൽ അടുത്ത വർഷം കഴിഞ്ഞാൽ 50 വർഷമായി. എത്രമാത്രം ഹൃദയത്തിലേക്ക് അദ്ദേഹം ഈ സിനിമയെ ചേർത്ത് വെച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ അവിടെ ലൊക്കേഷൻ ചെന്നിട്ട് ഇതിൻ്റെ ഇന്ന് റിലീസ് ചെയ്യാൻ പോകുന്ന ട്രെയിലർ കാണിച്ചപ്പോൾ അദ്ദേഹം ഓരോ സീനുകളും ഓരോരുത്തരെയും കാണുമ്പോഴൊക്കെയും അദ്ദേഹം അതിനോട് കാണിക്കുന്ന ഒരു ഇമോഷണലായിട്ടുള്ളൊരു റിയാക്ഷൻസ് എന്നെയും ഞങ്ങളെല്ലാവരെയും വല്ലാതെ സ്പർശിക്കുകയുണ്ടായി. മറ്റൊരു സന്തോഷം ഒരുപക്ഷെ ഈ സിനിമയുടെ നായിക ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ഞാൻ പാർവതിയെ വിളിക്കുമ്പോൾ ഈ ഒരു ചടങ്ങിലേക്ക് പാർവതി എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല. കാരണം ദീർഘകാലമായി സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമുകളിലും പാർവതി പ്രത്യക്ഷപ്പെട്ടതായി കണ്ടിട്ടില്ല. എങ്കിലും ഞാനത് പറഞ്ഞപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണ്, ഞാൻ വരുന്നു എന്നുള്ളത്. അതും വലിയ സന്തോഷം. അങ്ങനെ സേതുമാധവൻ്റെ ദേവിയും ഇവിടെ എത്തിയിരിക്കുന്നു. ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഇപ്പോഴും അതിലെ ദേവിയെ പറ്റിയാണ് എപ്പോഴും എന്നോട് ആൾക്കാർ പറയാറ്. അതെനിക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ അപ്രീസിയേഷൻ കിട്ടിയ ഒരു ക്യാരക്ടറാണ്. എന്നെ 2-3 ദിവസം മുമ്പ് സിബി സാർ വിളിച്ചപ്പോൾ
ഞാൻ ഉറപ്പായിട്ടും വരാമെന്ന് പറഞ്ഞു. കാരണം എനിക്കൊരു കടം വീട്ടാനുണ്ട്. ഞാൻ ഇത്രയും വർഷമായിട്ട് ആരോടും ഞാനൊരു നന്ദി ഇതുവരെയും പറഞ്ഞിട്ടില്ല. എന്നെ വിശ്വസിച്ച് ഈ ഒരു ക്യാരക്ടർ, ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിന് സിബി സാറിനോട്, ഉണ്ണിച്ചേട്ടൻ, ദിനേശ് പണിക്കർ, വിജയകുമാർ സാർ, എല്ലാവരോടും, കുമാർ സാർ, എല്ലാവരുടെയും പേര് പറയണമെന്നുണ്ട്. ഏറ്റവും കൂടുതൽ ലാലേട്ടൻ്റെ അടുത്ത് ഏറ്റവും നല്ലൊരു സപ്പോർട്ടിങ് കോസ്റ്റാറായിട്ട് നിന്നതിന് എനിക്കറിയില്ല ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടതെന്നുള്ളത്. വളരെ സന്തോഷമുണ്ട്. തിരിച്ചും ഈ ഒരു എല്ലാവരെയും കാണാൻ സാധിച്ചതിലും ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയതിലും താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി നോക്കുമ്പോൾ വളരെ യാദൃച്ഛികമായിട്ടാണ്, ശരിക്കും പറഞ്ഞാൽ ഞാനും ഉണ്ണിയും അന്നേ സുഹൃത്തുക്കളാണ്. അങ്ങനെ വളരെ കാഷ്വലായിട്ട് സംസാരിച്ച് വന്നൊരു വിഷയമാണ് നമുക്കൊരു സിനിമ എടുത്തുകൂടി, അപ്പോൾ ആരെ വെച്ചെടുക്കും എന്നുള്ളതായി അടുത്ത്. അങ്ങനെ വന്നപ്പോഴേക്ക് വേറെ ആരുമില്ല. അന്ന് ഞങ്ങളുടെ വളരെ കോമൺ സുഹൃത്താണ് ശ്രീ മോഹൻലാൽ. അങ്ങനെ തീരുമാനിക്കുകയും കൃപ ഫിലിംസ് എന്നൊരു ബാനർ രജിസ്റ്റർ ചെയ്യുകയും, കൃപ എന്ന് പറയുന്നത് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, കൃഷ്ണകുമാറും പണിക്കരും കൂടെ ചേർന്നാണ് കൃപ എന്നുള്ള ബാനർ തന്നെ അന്ന് ഇട്ടത്. അങ്ങനെ നേരെ മോഹൻലാലിനെ അന്ന് തൂവാനത്തുമ്പികളുടെ സെറ്റിൽ തൃശ്ശൂർ പോയി കാണുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ലാൽ അത്രയും നമ്മളോടുള്ള സൗഹൃദമുള്ളതിൻ്റെ പേരിൽ ശരി ചെയ്തോ, പക്ഷേ ഒരു കാര്യമുണ്ട്, 1-2 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് നമ്മൾ ആദ്യം കേട്ട ഡയലോഗ്. പക്ഷേ ഞങ്ങൾ 2 വർഷം വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്താണ് 89-ൽ പിന്നെ സിനിമ റിലീസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അപ്പോൾ അതിന് സഹകരിച്ച, ആദ്യം ഇതിന് ഡേറ്റ് തന്ന് ഞങ്ങൾക്ക് ഈ ഒരു സിനിമയ്ക്ക് ജീവൻ നൽകിയ ശ്രീ മോഹൻലാലിനോട് അത് നന്ദി പറഞ്ഞുകൊള്ളുന്നു. നല്ലൊരു സ്ക്രിപ്റ്റ് തന്ന് നമുക്ക് ആ ചിത്രത്തിന് അടിത്തറ ഉണ്ടാക്കി തന്ന ശ്രീ ലോഹിദാസ് നമ്മളെല്ലാം വിട്ടുപോയി. അദ്ദേഹം ഈ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു. ലാലിൻ്റെ ഒരൊറ്റ വാക്കിലാണ് ഈ ചിത്രം ഉണ്ടാകുന്നത്. ലാൽ അന്ന് എന്നെ വിശ്വസിച്ച്, ദിനേഷിനെ വിശ്വസിച്ച് ഈ ഒരു പടം ചെയ്യാൻ തയ്യാറായപ്പോൾ ഞാൻ ആദ്യം സിബിയെ കാണുന്നു. സിബിയും ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയിട്ട് പല പടങ്ങളും വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ പൂച്ചക്കൊരു മൂക്കുത്തി, പ്രിയദർശൻ ആദ്യം ഡയറക്റ്റ് ചെയ്യുന്ന പൂച്ചക്കൊരു മൂക്കുത്തിയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു ഞാൻ. സിബി അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ആ ബന്ധത്തിലാണ് സിബിയും ഞാനുമായിട്ട് ഈ ചിത്രം ചെയ്യാൻ തയ്യാറായത്. അത് അന്ന് ലാല് ആ ഡേറ്റ് എനിക്ക് തന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചിത്രം ഉണ്ടാവില്ല. പക്ഷേ ആ ചിത്രത്തിൻ്റെ കൂടെ അതിൻ്റെ ശക്തിയായിരുന്ന, അതിൻ്റെ ഓരോ വാക്കിലും അതിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ടിരുന്ന എൻ്റെ ലോഹി, എൻ്റെ പ്രിയപ്പെട്ട ലോഹി എൻ്റെ കൂടെ ഇപ്പോൾ ഇല്ലാത്തതിലുള്ള വേദന എനിക്ക് വല്ലാതെയുണ്ട്. ഈ ഫിലിം വന്നപ്പം ഇങ്ങനൊരു ഔട്ട്സ്റ്റാൻഡിങ് ഫിലിമാണെന്നൊന്നും സത്യത്തിൽ ജഡ്ജ് ചെയ്യാനുള്ള കഴിവ് എനിക്കില്ലായിരുന്നു. ബട്ട് ലോഹി എന്ന് പറഞ്ഞ ഡയറക്ടറും സിബി എന്ന ലോഹി എന്ന റൈറ്ററും സിബി എന്ന ഡയറക്ടറും ഒക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ ഇതേതോ ഒരു നല്ല ഒരു വളരെ അക്നോളജ് ചെയ്യുന്നൊരു പടമായിരിക്കും എന്നൊരു വിശ്വാസം അന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളതിനെല്ലാം ബിസിനസ് കാര്യങ്ങൾ സംസാരിച്ച് ഷേക്ക് ഹാൻഡ് കൊടുത്തു. കിരീടവുമായി എനിക്ക് ആത്മബന്ധമാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. കിരീടം എന്ന ചിത്രത്തിലാണ് ലൊക്കേഷൻസ് എല്ലാം തന്നെ ലാൻഡ്മാർക്കായി മാറിയത്. കിരീടം പാലം, കിരീടം പലവ്യഞ്ജനക്കട, കിരീടം ജംഗ്ഷൻ, കിരീടം. എൻ്റെ വീട് കുറേ കാലം അറിയപ്പെട്ടിരുന്നത് കിരീടം ഷൂട്ട് ചെയ്ത വീടിൻ്റെ ഓപ്പോസിറ്റ് വന്നാൽ മതി ജഗദീഷിൻ്റെ വീട് മനസ്സിലാവുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ലാൻഡ്മാർക്കായി. കിരീടം ഉണ്ണി, കിരീടം ആ സിനിമയുടെ പേരിൽ തന്നെ കിരീടം ഉണ്ണി. ഉണ്ണി ദിനേശും എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ഉണ്ണി എൻ്റെ കൂടെ പഠിച്ചാണ്. ദിനേശ് അന്ന് വീഡിയോ കാസറ്റ് ലൈബ്രറി നടത്തിയിരുന്ന, ചാനൽ 12 എന്ന് പറയുന്ന ലൈബ്രറി നടത്തിയിരുന്ന ദിനേശ്. അങ്ങനെ ഒരുപാട് പടങ്ങൾ ദിനേശിൻ്റെ ലൈബ്രറിയിൽ നിന്നാണ് ഞാൻ എടുത്ത് കണ്ടിട്ടുള്ളത്. പിന്നെ അടുത്ത സംഭവം എന്ന് പറയുന്നത് സെബി, എൻ്റെ ആദ്യ കഥ ശ്രീനിവാസൻ തിരക്കഥയാക്കുമ്പോൾ അതിന് സംവിധായകനായി വന്നത് സിബി മലയിലാണ്. ഓർഡർ ദമ്മാവ ആളറിയാം എന്ന എൻ്റെ ആദ്യ അല്ലെങ്കിൽ രണ്ടാമത്തെ ചിത്രത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ആ രീതിയിലെല്ലാം തന്നെ ആത്മബന്ധമുണ്ട്. ഒരുപാട് സന്തോഷം. കാര്യം 37 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു സിനിമ വീണ്ടും റിലീസാകുക എന്ന് പറയുന്നതിൻ്റെ സന്തോഷമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സിനിമ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുകയും മനസ്സിൽ കൊണ്ടുനടക്കുകയും ചെയ്യുന്നൊരു സിനിമ. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ആസ് ആൻ ആക്ടർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് കിരീടം. അത്
പറയേണ്ട കാര്യമില്ല. ഒരുപാട് പേർക്ക് സേതുമാധവൻ എന്ന് പറയുന്ന ആളുടെ ദുഃഖം ഞാനിപ്പം ഈയിടെ വീണ്ടും വന്നപ്പോഴാണ് അതിൻ്റെ ട്രെയിലർ കണ്ടത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ആൻഡ് ഏറ്റവും ഒരിക്കലും പറയാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ജഗദീഷിനോട് പറയാം. ജഗദീഷ് ആരോടും പറയില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ വേറെ എന്തോ കാര്യം പറയാമെന്ന് വിചാരിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറച്ച് കൂടുതൽ പറയും. അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾക്കൊരു കാര്യം അവിടെ ഉണ്ടായിരുന്നു, അതവിടെ വെച്ചു. അപ്പോൾ ഇതിൻ്റെ അകത്ത് പോയപ്പം ഇയാൾ തന്നെ പോയിട്ട് 2 ഗ്ലാസ് എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് അവിടുത്തെ മേശപ്പുറത്ത് വെച്ചു. അമ്മയൊന്നും അറിയില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അപ്പോൾ അമ്മ ഇങ്ങനെ എന്തോ നടന്ന് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നു. ഇതാര് 2 ഗ്ലാസ് ഇവിടെ വെച്ചിരിക്കണേ എന്നിട്ട് അതെടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഗ്ലിസറിൻ ഇടാതെ കരഞ്ഞു എന്നൊക്കെ പറയുന്നത് സത്യമാണ്. പക്ഷേ എന്തെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ആരോടും പറയാൻ പാടില്ല എന്ന് പറയുന്ന രഹസ്യങ്ങളുണ്ടെങ്കിൽ ജഗദീഷിനോടും പിന്നെ മണിയമ്പിള്ള രാജുവിനോടും പറയാം. എന്തായാലും ആ സൗഹൃദം ഇന്നും നിൽക്കുന്നു. കിരീടം ഉണ്ണിയായാലും ഇതിപ്പോൾ ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ കിരീടം പാലം ഒരു സിനിമയുടെ പേര് ഒരു ബ്രിഡ്ജിനൊക്കെ ഇടുക എന്ന് പറയുന്ന അത്രത്തോളം ആ സിനിമയുമായിട്ട് ആ സ്റ്റേറ്റ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. കാര്യം ഇതൊരു ചുമ്മാ ഇടാൻ പറ്റില്ല, ഗവൺമെൻറ് അപ്രൂവലും കൂടെ വേണം. അതിലഭിനയിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഓർക്കുന്നു. അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ആൾക്കാരെ ഓർക്കുന്നു. ലോഹിതദാസിനെ പ്രത്യേകിച്ച് ഈ സമയത്ത് ഓർക്കുന്നു. ആൻഡ് താങ്ക് യു സർ വൺസ് അഗെയിൻ ഫോർ കൺസിഡറിങ് യെസ് ആൻഡ് പ്രിസർവിങ് ദിസ്. റിസ്റ്റോറേഷൻ ഇസ് എ ബിഗ് പ്രോഗ്രാം. നമ്മളെ ഒരുപാട് വർക്ക്ഷോപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. കിരീടത്തെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ബാലാജി സാറിൻ്റെ ബർത്ത്ഡേ ആണ് അന്ന്. അപ്പോൾ ചെന്നൈയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ശ്രീ മോഹൻലാലിലൂടെ ഞാനും പോയി. എന്നെയും വിളിച്ചിരുന്നു. അപ്പോൾ ഈവനിങ് ഫ്ലൈറ്റിന് പോകുന്നു. അവിടുത്തെ അന്നത്തെ ഡിന്നർ അറ്റൻഡ് ചെയ്ത് മോർണിംഗ് ഫ്ലൈറ്റിന് വരണം. പിറ്റേന്ന് സീനൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഞാൻ അവിടെ വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് ഞങ്ങൾ പോയി അതൊക്കെ അറ്റൻഡ് ചെയ്തു. പിറ്റേന്ന് എയർപോർട്ടിൽ വന്നപ്പോഴത്തേക്കും എല്ലാവരുടെ ടിക്കറ്റും ഓക്കെ, എൻ്റെ ടിക്കറ്റും ഓക്കെ ഇല്ല. ഞാനും മോഹൻലാലിട്ടൊക്കെ കോമ്പിനേഷൻ സീനുള്ളതെന്ന് ഞാൻ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പം മോഹൻലാലിൻ്റെ അച്ഛനുണ്ട് ഫ്ലൈറ്റിൽ, വിശ്വനാഥ് സാറുണ്ട്. അപ്പം ലാലി ഒന്ന് റിക്വസ്റ്റ് ചെയ്തു അച്ഛൻ്റെ അടുത്ത്, അച്ഛൻ്റെ ടിക്കറ്റ് രാജു യാത്ര ചെയ്തോട്ട്. അതേ പറഞ്ഞാൽ അയ്യോ ഓക്കെ ഷൂട്ടിംഗ് നടക്കട്ടെ. പക്ഷേ അവിടെ എയർപോർട്ടിൽ അവർ സമ്മതിച്ചില്ല. വെയിറ്റിംഗ് ലിസ്റ്റ് സ്ഥിരം 10 പോകുന്നതാണ്. അന്ന് എൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് 1. ഞാൻ പോയില്ല. അങ്ങനെ ഇവരെല്ലാം പോയി. ഞാൻ ചെന്നൈയിൽ അന്നത്തെ മദ്രാസിൽ അവിടെ നിന്നുപോയി. പിറ്റേ ദിവസം ഫ്ലൈറ്റിനാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ സീൻ ഷൂട്ടിങ്ങിന് ഞാനില്ലാത്ത സീൻ വന്ന ഉടനെ എന്നെ CB കൊല വിളിക്കും, അതാണ് ഇതാണെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ പേടിച്ച് സെറ്റിൽ ചെന്നു. മാർക്കറ്റാണ് സെറ്റിടുന്ന സമയം. സെറ്റിൽ ചെല്ലുമ്പോൾ അന്ന് ഷൺമോഹണ്ണനാണെന്ന് എൻ്റെ പ്രൊഡക്ഷൻ്റെ ചീഫ് മാൻ. വളരെ ടെററാണ് പുള്ളി. എല്ലാവരും ഫയർ ചെയ്യും ഒക്കെ ചെയ്യുന്ന ഒരു ടെററായിരുന്നു പുള്ളി. അപ്പോൾ പുള്ളി എന്ത് പറയുന്നുള്ള സംഭവം. പുള്ളി വന്ന ഉടനെ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. നന്നായി, ഒരു ദിവസം ഷൂട്ടിങ് നിർത്തിയല്ലോ, ഇവിടെ മാർക്കറ്റ് ഇത്രയും ആൾക്കാരെ വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അടുത്തത് CBയുടെ കൂടെയാണ്. ഇനി അത് അദ്ദേഹത്തിൻ്റെ വായിന്നും കൂടെ ഞാൻ പതുക്കെ അടുത്ത് സോറി, പുള്ളി സ്ഥിരം കാണാൻ സോദൻ, അത് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, രാജുവിൻ്റെ ക്ലോസപ്പ് എടുത്തത് കുഴപ്പമൊന്നുമില്ല, അല്ല നന്നായിരുന്നില്ല ഫംഗ്ഷൻ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് CB ഒറിജിനലി അങ്ങനെയാണ്. അരവിന്ദിൻ്റെ കാര്യം പറഞ്ഞു, അല്ലാതെ ഒരു സെറ്റല്ല, ഒരു പ്രിട്ടൻഷൻ രീതി അഭിനയിക്കുന്ന രീതിയൊന്നുമല്ല. അത് അവിടെ നടന്നൊരു സംഭവം 37 വർഷം മുമ്പ് ഞാൻ ആലോചിച്ചു. ഇപ്പം ഞാൻ എന്നെ കണ്ടപ്പം എനിക്ക് ഇപ്പോൾ ഈ നിൽക്കുന്ന ആക്ഷനിൽ ഞാൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്. മോഹൻലാലിൻ്റെ എക്സ്പ്രഷനിലും ജഗദീഷിനും നല്ലൊരു അടി കണ്ടിട്ട് എത്ര കാലമായി എന്ന് പറയുന്ന ഒരു ഷോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ ചിത്രം ധൈര്യമായി ചെയ്യാൻ ഞങ്ങൾ മുന്നോട്ട് വന്നു. അതിനുവേണ്ടി ലാലു കൂടെ നിന്നു. ആ ചിത്രം വൻ വിജയമായി തീർന്നു. This gem of a Indian cinema, cult classic, the 35mm print is there. We have preserved for many years in our Pune archive, and that's how we could be able to do this restoration.
ശ്രീ മോഹൻലാൽ എന്തായിരുന്നു അന്നത്തെ കാലത്ത്, എന്തായിരുന്നു നിൻ്റെ അച്ഛനാടാ പറഞ്ഞേ കത്തി താഴെയിട തിലകൻ ചേട്ടൻ പറഞ്ഞ ഡയലോഗ്, അതെല്ലാം ആ ഒരു ഡോൾബി അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ കാണണം, കേൾക്കണം. കിരീടത്തിൽ അഭിനയിച്ച സമയത്തൊന്നും എനിക്ക് ഒരു സിനിമയിൽ എൻ്റെ 6ാമത്തെ സിനിമയാണ്. ഞാൻ ലാലേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ കാണിച്ച ആ ജനലിൻ്റെ അടുത്ത് നിൽക്കുന്ന ആ ഒരു ഷോട്ട് എടുക്കുന്ന ആ സീൻ എടുക്കുന്ന സമയത്താണ് എന്നെ സിബി സാറ് ഇങ്ങനെ ഇതുപോലെ മുണ്ടൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് നിൽക്കുന്നു, ഇതാണ് മോഹൻലാൽ, ഇത് ഉഷ എന്ന് പറഞ്ഞു. അപ്പോൾ ജനലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അദ്ദേഹം ചോദിച്ചു ഇത് എത്രാമത്തെ സിനിമയാണ്, എനിക്കറിയാം എത്രാമത്തെ സിനിമയാണെന്ന് ചോദിച്ചു. 6ാമത്തെ സിനിമ, എൻ്റെ 6ാമത്തെ സിനിമയായിരുന്നു കിരീടം. അതിനുശേഷം ഇന്ന് വരെ എന്നെ അറിയപ്പെടുന്നത് കിരീടത്തിലെ മോഹൻലാലിൻ്റെ, അത് മോഹൻലാൽ എന്നല്ല, സേതുമാധവൻ്റെ പെങ്ങൾ. ഇന്നും ഒരു ഫോട്ടോ ഫേസ്ബുക്കിലിട്ടാൽ എൻ്റെ എന്തെങ്കിലും ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതിൽ വരുന്ന കമൻസും ഒക്കെ സേതുമാധവൻ്റെ പെങ്ങൾ, സേതുമാധവൻ്റെ പെങ്ങളെന്ന്. അതൊരു വലിയ അഭിമാനമാണ്. സെവൻ ആർട്സ് വിജയകുമാർ എന്ന് പറയുന്ന വ്യക്തി തിരുവനന്തപുരത്തുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും തന്നെ പ്രിയദർശൻ പരിചയപ്പെടുത്തി തന്ന വലിയ പ്രൊഡ്യൂസർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടറാണ്. കലാഹൃദയമുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ, എന്താ പറയുക, എ ട്രൂ ജെൻറ്റിൽമാൻ. എല്ലാ അർത്ഥത്തിലും വളരെ സ്വീറ്റായിട്ടുള്ള ബിഹേവിയർ. ഏത് ടെൻഷനും, എന്ത് ടെൻഷൻ വന്നാലും അതൊന്നും മുഖത്ത് പ്രകടിപ്പിക്കാതെ ലെറ്റ് സി ജയ് വിൽ ദേഖേഗ കൊയ് ബാത് നെയ്. വിദേശത്തായിരുന്നുകൊണ്ട് ഹിന്ദിയൊക്കെ ഒരുപാട് സംസാരിക്കും. ഹാജി എല്ലാത്തിനും ആരംഭിച്ചു. പിന്നെ മോഹൻലാലിൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ കൂടെ പഠിച്ചതാണ് പ്യാരിലാൽ. അന്ന് തൊട്ട് ആ കുട്ടിക്കാലം മുതൽ തന്നെ മോഹൻലാലിനെ എനിക്ക് അടുത്ത പരിചയമുണ്ട്. പ്രിയദർശനെ അറിയാം, MG ശ്രീകുമാറിനെ അറിയാം, അങ്ങനെ തിരുവനന്തപുരത്ത് തൈക്കാട് പ്രദേശത്തുള്ള എല്ലാവരും അറിയാം. അത് എൻ്റെ ഒരു ഭാഗ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ എന്നെ ഒരു ധാരാളം വളർത്തിയെന്ന് എനിക്ക് തോന്നുന്നു. കിരീടം ഷൂട്ട് ചെയ്തപ്പോൾ എനിക്കൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ആൾക്കാർ കിരീടത്തിൻ്റെ ക്യാമറമാൻ വന്ന് പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഞാൻ അത്രയും ചെയ്തതല്ല, അറിയാതെ തന്നെ ആ സിനിമയ്ക്ക് വേണ്ടി ഞാനങ്ങനെ ആയതാണോ എന്നെനിക്ക് സംശയമുണ്ട്. കണ്ണീർ പൂവിൻ്റെ ഞാൻ പറഞ്ഞു ആ പാട്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി. പിന്നെ ഈ സിനിമ ഇത്രയും വിജയകരമാക്കി തീർത്തത് വേറെ ആരുമല്ല, സിബി മലയിൽ തന്നെയാണ്. ഏറ്റവും ലിമിറ്റഡ് ബഡ്ജറ്റിൽ അന്നത്തെ കാലാവസ്ഥയിൽ ആ സിനിമയ്ക്ക് കൊടുക്കാവുന്ന മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്ത് വളരെ വളരെ നൈസായിട്ട് സിനിമ എടുത്ത സിനിമ ഏറ്റവും വിജയ ചരിത്രങ്ങൾ കുറിക്കുന്ന ഒരു സിനിമയാക്കി മാറ്റാൻ അദ്ദേഹം ഞങ്ങളെ സഹായിച്ചു. പിന്നെ അത് അഭ്രപാളിയിൽ പകർത്തണമെങ്കിൽ ഒരാൾ വേണം. അത് കുമാറിൻ്റെ ജോലി വളരെ ഭംഗിയായിട്ട് നടത്തി. അങ്ങനെ നന്ദി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എല്ലാവരോടും പറയേണ്ടി വരും. പിന്നെ ഇതിനകത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ അതിനകത്ത് ഒറ്റ പാട്ടേ ഉള്ളൂ. ആ പാട്ട് പാടിയത് വേറെ ആരുമല്ല, നമ്മുടെ ശ്രീകുട്ടനാണ്. ശ്രീകുട്ടൻ്റെ ആ പാട്ട് നാഷണൽ ലെവൽ റെക്കഗ്നിഷൻ വരെ കിട്ടി. ശ്രീ മോഹൻലാലിന് നാഷണൽ റെക്കഗ്നിഷൻ കിട്ടി. ഞങ്ങളുടെ കിരീടം എന്ന ചിത്രത്തിലൂടെ ഞാനും ഉണ്ണിയും നല്ലൊരു തുടക്കം കുറിച്ചു. വളരെ അപൂർവമായൊരു അനുഭൂതി നിറഞ്ഞ ഒരു വേദിയാണ് ഇത്. എൻ്റെ അവകാശമാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ എത്തിയത്. പറഞ്ഞതുപോലെ ലോഹിയാണ് എൻ്റെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത്. എല്ലാവരുടെയും നഷ്ടം തന്നെയാണ്, എന്നാലും ലോഹി ഇങ്ങനെ പിരിയാത്തൊരു സുഹൃത്തായിരുന്നു എൻ്റെ. പാട്ട് ചെയ്യുമ്പോൾ ജോൺസൺ ഈ ആദ്യം എന്നെ കേൾപ്പിച്ച ഒരു താളം എന്ന് പറയുന്നത് ശരിക്കും തകതകിട എന്നുള്ള താളമാണ് പാട്ടിലെ. കണ്ണീർ അങ്ങനൊരു താളത്തിൽ ആ മൂഡിൽ ഒരു പാട്ട് എഴുതാൻ ബുദ്ധിമുട്ടാണ് ശരിക്ക്. അതെന്തോ ഒരു ഗുരുത്വം കൊണ്ട് എനിക്ക് കിട്ടിയതാണ്. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്നുള്ള വാക്ക് ഇത് വന്നപ്പോൾ അതിന് കൃത്യമായിട്ട് വന്നതാണ് എനിക്ക്. അതുപോലെ അനുപല്ലവിയിലെ ഉണ്ണിക്കിടാവിന് നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴി ഏന്തി എന്ന് പറയുന്നത് ഞാൻ ഒരു ദിക്കിലും കേൾക്കാത്തൊരു സങ്കല്പമാണ്. അതൊക്കെ എനിക്ക് തന്നത് ദൈവമാണ്, മൂകാംബികയാണ്. ഞാനത് വിശ്വസിക്കുന്നു. അതേപോലെ
1000 കൈനീട്ടി നിൽക്കുന്ന സൂര്യതാപമായി താതൻ്റെ ശോകം എന്ന് പറയുന്നതൊക്കെ അതുല്യമായ സങ്കല്പമാണ്. എനിക്ക് താങ്ങാൻ പറ്റാത്ത സങ്കല്പമാണ്. അതൊക്കെ അമ്മ തന്നതാണ് എനിക്ക്. അങ്ങനെയുടെ ആ ഒരു നന്മ നിറഞ്ഞ ഒരു അന്തരീക്ഷം എനിക്ക് തന്നത് ഈ ടീം തന്നെ. എനിക്ക് എത്രയോ പടങ്ങൾ, എനിക്ക് എത്രയോ നല്ല പാട്ടുകൾ തന്നു. എല്ലാറ്റിനും സിബിയോടും ലോഹിയോടും പിന്നെ ലാലിനോടും എല്ലാവരോടും എൻ്റെ സ്നേഹമുണ്ട്. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന ഒറ്റ വാക്കാണ് എൻ്റെ മനസ്സിൽ. ലോഹിയേട്ടൻ, സിബി, ഉണ്ണി, ദിനേഷ്, വിജയകുമാർ സാർ, അങ്ങനെ എല്ലാവരും. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇതിൽ നടന്ന ഒരു സംഭവം, 7-1 കോൾ ഷീറ്റ് ഫസ്റ്റ് സോങ്, സെക്കൻഡ് സോങ് 2-9. കൈതപ്പുറം ചേട്ടനുണ്ട്, നമ്മുടെ എല്ലാം എൻ്റെ സ്വന്തം ചേട്ടൻ ജോൺ ചേട്ടൻ, അദ്ദേഹം ഉണ്ട്. അപ്പം ഞാൻ 1 മണിയായപ്പം ഞാൻ 70mm പ്രസാദ് തിയേറ്ററിലെത്തി. അപ്പം ഞാൻ കേൾക്കുന്നത് ഒരു പുതിയ ഗായകനും ചിത്രയും കൂടെ നിന്ന് പാടുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു മെലഡി സോങ്. അപ്പം ഞാനത് കേട്ടു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ബ്രേക്കിന് ശേഷം 2 മണിക്ക് ചേട്ടൻ എനിക്ക് വരികൾ പറഞ്ഞു തരുന്നു, കണ്ണീർ പൂവിൻ്റെ കവളിൽ തലോടി. അപ്പം ആദ്യത്തെ വരി കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഇത്തിരി ശോകമാണ്. അപ്പം അത് ആ ഫീല് കൊണ്ടുവരണം. പക്ഷേ എനിക്ക് അപ്പോഴും ആ മറ്റേ പാട്ട് എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. അപ്പം ഞാൻ ജോൺ ചേട്ടൻ്റെ അടുത്ത് പഠിപ്പിക്കാൻ നേരത്ത് കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ ആ പാട്ട് എനിക്ക് തന്നിട്ട് ഈ പാട്ട് വേണേൽ മറ്റേ പുള്ളിക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്നെ കുട്ടാന്ന് വിളിക്കുന്നു, കുട്ടാ നീ ഇത് പാട്. പിന്നെ അവിടെ വേറെ ചോദ്യമില്ല, കാരണം ദേവരാജൻ മാസ്റ്റർ ശിഷ്യന അടുത്ത സെക്കൻഡിൽ അടിയാണ് വരുന്നത്. അപ്പം ഞാനിത് പാടിക്കഴിഞ്ഞ് പിന്നെ ഞാൻ മറന്നു. അത് കഴിഞ്ഞ് ഫിലിം റിലീസ് ചെയ്തപ്പോൾ അതിനകത്ത് ഒറ്റ പാട്ടേ ഉള്ളൂ, കണ്ണീർ പൂവിൻ്റെ കവളിൽ തലോടി എന്ന ഈ ഗാനം മാത്രമേ സിനിമയിലുള്ളൂ. അതാണ് തലയിലെഴുത്തെന്ന് പറഞ്ഞൊരു കാര്യം. അതിന് ആരെടുത്ത് ഞാൻ നന്ദി പറയണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നതും ഈ പാട്ടിനാണ്, കണ്ണീർ പൂവിൻ്റെ കവളിൽ തലോടി. എല്ലാം നിമിത്തം. ഒരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കിരീടം എന്ന സിനിമയിൽ എൻ്റെ പ്രിയപ്പെട്ട മോഹൻലാൽ അല്ലെങ്കിൽ കിരീടം എന്താകും എന്നൊന്ന് ആലോചിക്കൂ. അനശ്വരമാക്കിയ ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ, എൻ്റെ സ്വന്തം ലാലു. ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ആരോഗ്യ സമ്പൽ സമൃദ്ധിയോടുകൂടി ഇനിയും ഒരുപാട് വേഷങ്ങൾ ചെയ്യാനുള്ള അവസരം ലാലുവിന് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള ജഗദീഷ് പറഞ്ഞ പോലെ ശരിക്കും റിയൽ സ്റ്റോറി അങ്ങനെ എടുക്കാൻ വീണ്ടും സിബിക്കും സാധിക്കട്ടെ. ഈ ടീമിനെല്ലാം കൂടെ ചേർന്നിട്ട് നല്ല നല്ല ചിത്രങ്ങൾ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ പടം എല്ലാവരും തിയേറ്ററിൽ കാണണം. ഈ പടം നമ്മൾ ബിസിനസ് എല്ലാം കഴിഞ്ഞ് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ അന്ന് അമേരിക്കയിൽ ഷൂട്ടിങ് അക്കരെ ഈ ആ സമയത്താണ് ഈ പടം ഇവിടെ റിലീസാവുന്നത്. അപ്പോൾ റിപ്പോർട്ടെന്ന് പറഞ്ഞ് വരുന്നത് ഒരു ഔട്ട്സ്റ്റാൻഡിങ് റിപ്പോർട്ട്. കാരണം പടം കണ്ടവർക്ക് യുനാനിമസായിട്ട് ഇത്രയും ഒരു ഡെപ്തിൽ പോയ ഒരു ക്യാരക്ടർ, ഇത്രയും ഡെപ്തിൽ പോയ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അപ്രീസിയേഷൻ. നോ ഡൗട്ട് കളക്ഷൻസ് വെയർ ഗുഡ്. എല്ലാ ലാംഗ്വേജിലും ഈ പടം സൂപ്പർ ഹിറ്റായിരുന്നു. മാത്രവുമല്ല അതിനകത്തൊരു എക്സാജറേറ്റ് ചെയ്യാത്തൊരു കോംപ്ലിമെൻ്റ് ഉണ്ട്. ഇത് വാങ്ങിയ മറ്റ് ലാംഗ്വേജ് റൈറ്റ്സുകാരും ഒക്കെ ആയിട്ട് പിന്നെ പല പ്രാവശ്യവും പല രീതിയിലും നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവർ പറയും ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ, എക്സലൻറ്റ്, എവ്രിതിങ് ഫൈൻ. പക്ഷേ നിങ്ങളുടെ മോഹൻലാൽ ചെയ്ത പോലെ നമുക്ക് അത് പടത്തിൽ ആക്ട് ചെയ്യാൻ ആളില്ലായിരുന്നു എന്നാണ്. ഇതൊരു റിയാലിറ്റിയാണ്. ഞാൻ ഫേസ് ചെയ്ത എക്സ്പീരിയൻസ് ചെയ്ത ഒരു സംഭവമാണ്. നൈറ്റിൽ ലാല് സേതുമാധവൻ ഉറങ്ങിക്കിടക്കുന്നത് തിലകൻ ചേട്ടൻ വന്ന് ടോർച്ചടിച്ച് നോക്കുന്നത്. അതേപോലുള്ള ആ സീനുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു വിദ്യാർത്ഥിയെ പോലെ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു. ക്യാമറാമാൻ കുമാറിൻ്റെ അതിവിദഗ്ധമായ ക്യാമറ വർക്ക്, ക്യാമറ ചലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോഹൻലാലിൻ്റെയും തിലകൻ ചേട്ടൻ്റെയും മുഖത്ത് മിന്നി മറയുന്ന വികാരങ്ങൾ
ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ അത്ഭുതത്തോടെ, ആവേശത്തോടെ ഞാൻ നോക്കിക്കണ്ടിട്ടുണ്ട്. ആ മാർക്കറ്റ് ഫൈറ്റ് എന്നൊക്കെ പറയുന്ന ആ സമയത്തുള്ള ഗ്ലിസറിൻ ഇടാതെ തിലകൻ ചേട്ടനും മോഹൻലാലും ഒക്കെ അഭിനയിക്കുന്നത് കണ്ട് കോരിത്തരിച്ചിട്ടുണ്ട്. സിനിമയെ എങ്ങനെ സമീപിക്കണം എന്ന് മോഹൻലാലിൽ നിന്നും ഒരുപാട് പഠിക്കാൻ കഴിഞ്ഞ ചില നിമിഷങ്ങളാണ് കിരീടത്തിൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായത്. അതൊരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം എത്ര പെട്ടെന്നാണ് ആ മുഖത്തെ വികാരങ്ങൾ മിന്നി മറയുന്നത്. നമ്മുടെ കൂടെ അഭിനയിക്കുമ്പോൾ, സുരേഷിൻ്റെ കൂടെയും മജീദിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ജോവിയലായിട്ട് അഭിനയിക്കുന്ന സേതുമാധവൻ, സൈക്കിൾ പിടിച്ച് എന്നെ താഴെ തള്ളിയിടുന്ന സേതുമാധവൻ, സിറ്റുവേഷൻ അനുസരിച്ച് ആ മുഖത്ത് മാറുന്ന ഓരോ വികാരങ്ങളും, സേതുമാധവൻ്റെ മുഖത്ത് മിന്നി മറയുന്ന ഓരോ വികാരവും, ആദ്യത്തെ സീനിൽ സബ് ഇൻസ്പെക്ടറായിട്ട് വരുന്ന ആ അച്ഛൻ്റെ സ്വപ്നം, ആ സ്വപ്നം തകരുന്ന ആ സീനൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ വളരെ ഇമോഷണലായിട്ട്, ഇന്ന് കണ്ടായിരുന്നാലും ആർക്കും വളരെ ഇമോഷണലായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. എന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് സങ്കടപ്പെടുത്തുന്നത് ഒരാളുടെ അഭാവം ലോഹിതദാസിൻ്റെതാണ്. ലോഹി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വല്ലാതെ ഇപ്പോഴും മോഹിക്കുന്നു. ലോഹിയുടെ ആ ഒരു അസാന്നിധ്യത്തെ നികത്തുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ 2 മക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ വേദിയിലേക്ക് ഇനി വിളിക്കേണ്ടത് ലോഹിയെ ആയിരുന്നു. ലോഹിക്ക് പകരം ലോഹിയുടെ മക്കളെ 2 പേരും ഞാൻ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. ഹരികൃഷ്ണൻ ലോഹിതദാസ്, വിജയശങ്കർ ലോഹിതദാസ്. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞുണ്ണി, ഇത് ഞങ്ങളുടെ ചക്കര. ഞങ്ങൾ കിരീടത്തിൻ്റെ ലൊക്കേഷൻ ആദ്യം പാലക്കാട് ഭാഗത്താണ്, ചിറ്റൂരാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ലൊക്കേഷൻ കാണാൻ പോയി വരുമ്പോഴൊക്കെ ലോഹി വല്ലാതെ ഒരു ടെൻഷനിലാണ്. കാരണം ലോഹിയുടെ ഭാര്യ ഗർഭിണിയാണ്, പ്രസവം അടുത്തിരിക്കുന്നു, ഏത് ദിവസവും പ്രസവം സംഭവിക്കാം. അങ്ങനെ ഞങ്ങൾ പാലക്കാട് ചിറ്റൂർ ഭാഗത്തു നിന്നൊക്കെ തിരിച്ച് വടക്കാഞ്ചേരിയിലെത്തിയപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഒരു ടെലിഫോൺ ബൂത്തിൽ കയറി ലോഹി ഫോൺ ചെയ്തു. അപ്പോൾ അറിയുന്നു ഈ ചക്കര ജനിച്ചു. അങ്ങനെ അവർ ജനിക്കുന്നതിന് മുമ്പ് അവരുടെ അപ്പൻ എഴുതിയ ഒരു മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമയുടെ ഈ ആഘോഷവേളയിലേക്ക് അവരെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇഷ്ടപ്പെട്ട കഥാപാത്രം, അച്ഛൻ എഴുതിയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് സേതുമാധവൻ. ഞാനൊക്കെ ഈ പറഞ്ഞ ചെറുപ്പത്തിൽ തൊട്ട് എപ്പോഴും ടി വിയിലൊക്കെ പലപ്പോഴായി കണ്ട് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഒരിക്കലും അന്ന് ആ ഒരു തലമുറ ഫ്രഷായിട്ട് തിയേറ്ററിൽ കണ്ടപ്പോൾ ഉള്ളൊരു അനുഭവത്തെ പറ്റിയൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പം ഇന്നിപ്പോൾ നമുക്ക് പോസിബിളായിട്ടുള്ളൊരു മാർഗ്ഗം ഇതാണ്. അതിനെ റിസ്റ്റോർ ചെയ്ത് അതിനെ അന്നത്തെ ആ ഒരു ദൃശ്യഭംഗിയിൽ തന്നെ അവതരിപ്പിക്കുമ്പോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മളൊരു ടി വിയിൽ കാണുന്നതിനപ്പുറത്തേക്ക് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ സിനിമയ്ക്ക് അത് അനുഭവിക്കാനായിട്ടുള്ള ഭാഗ്യം വീണ്ടും എല്ലാവർക്കും ഉണ്ടാവും എന്ന പ്രതീക്ഷയും. ലോഹിതദാസ് എന്ന ആ വലിയ എഴുത്തുകാരൻ്റെ മനസ്സിൽ ഒരു സാധാരണക്കാരൻ സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന സേതുമാധവൻ നാളെ മകൻ സബ് ഇൻസ്പെക്ടറാവും, പോലീസ് ഫോഴ്സിൽ എന്നെക്കാളും ഉയർന്ന ഉദ്യോഗസ്ഥനായി മാറുന്ന സ്വപ്നം കാണുന്ന അച്യുതൻ നായരുടെ ആ സ്വപ്നം തകർന്നടിയുന്നത് കാണുമ്പോൾ ഏത് പ്രേക്ഷകൻ്റെയും മനസ്സലിയും, ഒരു നൊമ്പരമായി തന്നെ ഉണ്ടാവും. അത് ഒരു സാധാരണക്കാരൻ്റെ ആക്ഷൻ ചിത്രമാണ്. അത് ട്രൂ ടു ലൈഫ് ആക്ഷൻ പിക്ചറാണ്. അതിലെ ഓരോ രംഗവും എവിടെയും നടക്കാവുന്ന കാര്യങ്ങളാണ്. അതൊരു കലാസൃഷ്ടി എന്ന നിലയിൽ മാത്രം അല്പം എക്സാജറേഷൻ ഉണ്ടായിരിക്കാം. ബാക്കിയെല്ലാം ട്രൂ ടു ലൈഫ് ഫിലിമാണ് കിരീടം. ഇനി രസകരമായ അനുഭവത്തിലേക്ക് വരാം. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഈ നൈറ്റ് സീക്വൻസ്, ലാല് ആ കട വരാന്തിയിൽ കിടന്നുറങ്ങുമ്പോൾ തിലകൻ ചേട്ടൻ ടോർച്ചടിച്ച് നോക്കുന്ന ആ സീൻ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അന്ന് എൻ്റെ വീട്ടിലായിരുന്നു ഇവരെല്ലാം ഉണ്ടായിരുന്നത്. ഇപ്പം മോഹൻലാലിൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു നിധിയായിട്ടൊരു കാര്യം കൊണ്ടുവന്നു. പറങ്കി അണ്ടിയിൽ വാറ്റിയ ഒരു പ്രത്യേക തരം ചാരായം. എൻ്റെ മദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ ഹെഡ് മിസ്ട്രസ്സായിട്ട് റിട്ടയർ ചെയ്ത ഒരു ലേഡിയാണ്, വളരെ സ്ട്രിക്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ആരും മദർ ഇൻ ലോ അറിയാതെ നിങ്ങൾ മാനേജ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അതൊന്നും അറിയില്ല, കുഴപ്പമില്ല, ഫ്രണ്ടിലൊരു സൈഡ് റൂമുണ്ട്. അപ്പോൾ അങ്ങനെ മാനേജ് ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ പ്രഷ്യസായിട്ട് കൊണ്ടുവന്നാണ്, പ്രസ്റ്റീജ് ഡ്രിങ്കുമാണ്. അതിങ്ങനെ കൊണ്ടുവന്ന് ശ്രീ 7 ആർട്സ് വിജയകുമാർ
വെരി ടോൾ ഹാൻസം പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അല്പ കോൺഫിഡൻസ് കൂടിയെന്ന് തോന്നുന്നു, ഇങ്ങനെ ഒന്ന് കൈ വീശിയിട്ടിട്ട് അത് വീടിൻ്റെ മുറ്റത്ത് തന്നെ ഇട്ട് പൊട്ടിച്ചിട്ട് അത് എങ്ങനെയാണെന്നറിയില്ല, സെക്കൻഡുകൾക്കുള്ളിൽ അതൊക്കെ റിമൂവ് ചെയ്തു. പക്ഷേ എൻ്റെ മദറിൻ്റെ അകത്ത് നിന്ന് വന്നിട്ട്, കെമിസ്ട്രി അധ്യാപിക കൂടിയാണ്, ഇവിടെ സ്പിരിറ്റ് മണക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞില്ല, സ്പിരിറ്റൊന്നും ഇല്ല, തോന്നിയായിരിക്കും. അല്ലല്ല, സ്പിരിറ്റിൻ്റെ സ്മെല്ല് എനിക്കറിയാം, ലാബിൻ്റെ സ്മെല്ല് എനിക്ക് അറിഞ്ഞൂടെ, സ്പിരിറ്റിൻ്റെ സ്മെല്ലുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും മദ്യമാണെന്നുള്ളത് അങ്ങനെ ഇമാജിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ ആ സീനിൽ റിയലായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ പലരും കരഞ്ഞുപോയി. കാരണം ഇത്രയും നല്ലൊരു ഡ്രിങ്ക് മിസ്സായതിൽ അവർക്കെല്ലാവർക്കും അന്ന് ഗ്ലിസറിൻ ഇടാതെ നമ്മുടെ കൂടെയുള്ളവർ കരയുന്നത് ഞാൻ കണ്ടു. പോസിറ്റീവുള്ള സാധനത്തിന് 8K അത് സ്കാൻ ചെയ്തിട്ട് എന്നെ 4K നമ്മൾ കൊണ്ടുവന്ന് തരുമ്പോൾ ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നെഗറ്റീവ് ഷൂട്ട് ഗ്രേഡ് ചെയ്യുന്ന പോലെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരിക്കൽ പോലും ഇതിൻ്റെ ഡിജിറ്റൽ മാജിക് ഈ സിനിമയുടെ ഒരു കഥാപാത്രത്തിൻ്റെ മുഖത്ത് പോലും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. ആ കാണുന്ന എൻ്റെ ലൈറ്റിൻ്റെ മോശം എനിക്ക് വേണമെങ്കിൽ രണ്ടാമത് വേണമെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കാം, പാർവതിയെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാം, എല്ലാം ചെയ്യാം. അതിന് ടച്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഡാമേജ് ഇല്ലാതെ നിങ്ങൾ അന്ന് കണ്ട കിരീടത്തിന് അതേപോലെ കൊണ്ടുവരാൻ മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് പാർവതിയുടെയും ഉണ്ടായിരുന്നു. ദേവി എന്ന് പറയുന്നത് ആ മുറപ്പെണ്ണിൻ്റെ വികാര വിചാരങ്ങൾ നമുക്കൊക്കെ സിമ്പതി തോന്നും. ആ കല്യാണം യാത്ര ഇങ്ങനെ പോകുമ്പോൾ മാറി നിന്ന് നോക്കുന്ന സേതുമാധവൻ, അത് ഏത് കാമുകൻ്റെയും ആ മനസ്സിലെ വ്യഥയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കിരീടം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഏറ്റവും അധികം അഭിമാനത്തിൻ്റെ ഒരു പ്രതീകമാണ്. അതോടൊപ്പം നൊമ്പരത്തിൻ്റെയും കൂടെ ഒരു പ്രതീകമാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഇല്ല, അതിൽ നമുക്ക് വളരെയധികം വേദനയുണ്ട്. പക്ഷേ അവരുടെ എല്ലാം തന്നെ പെർഫോമൻസുകൾ ഇന്നും നമ്മുടെ മനസ്സിലുണ്ടാവും. ക്രിസ് ചേട്ടൻ്റെ ആയിക്കോട്ടെ, ശങ്കരാടി സാറിൻ്റെ ആയിക്കോട്ടെ, കൊച്ചിൻ അനീഫ്കയുടെ ആയിക്കോട്ടെ, അങ്ങനെ മാമുക്കയുടെ ആയിക്കോട്ടെ, എൻ്റെ അച്ഛനായി അഭിനയിച്ച ഒടുവിൽ ആശാൻ്റെ ആയിക്കോട്ടെ, അതെല്ലാം തന്നെ നമുക്ക് ഒരിക്കലും ശ്രീനാഥിൻ്റെ ആയിക്കോട്ടെ, ഇങ്ങനെ ഓരോരുത്തരുടെയും അവിസ്മരണീയമായ മുരളിയുടെ അഭിനയം. എനിങ്ങനെ പേരെടുത്ത് പറഞ്ഞാൽ അതിലെ ക്യാരക്ടേഴ്സാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഹൈദ്രോസിൻ്റെ ആ നടന്നു വരുന്ന ആ മസിൽ കാണിച്ചിട്ട് ഇങ്ങോട്ടുണ്ട് ആ വരുന്ന കിറുകട ചത്ത് എന്ന് പറയുന്ന ആ സംഭവത്തിൽ ജിമ്മൊക്കെ ആയിട്ട് വരുന്ന ഹനീഫ്കയുടെ ആ ഷൂട്ടിംഗ് സമയത്തുണ്ടായ ഇവരുടെ എല്ലാം തിക്കുറി സാറിൻ്റെയൊക്കെ ആ നല്ല നല്ല നിമിഷങ്ങൾ, ഷൂട്ടിംഗ് സമയത്തുള്ള ആ നിമിഷങ്ങളൊന്നും തന്നെ നമുക്ക് മറക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മുടെ മനസ്സിൽ, പ്രേക്ഷകരുടെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ച കിരീടം ഇന്ന് മലയാള സിനിമയുടെ കിരീടമായി ഇന്നും നിലകൊള്ളുന്നു എന്നുണ്ടെങ്കിൽ, ഒരു ക്ലാസിക്കായി നിലകൊള്ളുന്നു എങ്കിൽ അതിൻ്റെ ശില്പികൾ അഭിനന്ദനം അർഹിക്കുന്നു. മലയാള സിനിമ അവരോട് കടപ്പെട്ടിരിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്. കത്തി താഴെ ഇടുക എന്ന് പറയുമ്പോൾ ഞാനെൻ്റെ ഒരു റിയാക്ഷനെ പറ്റി പറഞ്ഞപ്പോൾ അറിയാതെ എൻ്റെ വൈഫ് കരയുന്നുണ്ടായിരുന്നു. അതായിരിക്കും എനിക്ക് തോന്നുന്നത് ഈ സിനിമ ഇനിയും കാണുമ്പോൾ ആൾക്കാരിലോട്ട് കണ്ണീര് വരാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ പാർവടുത്ത് പറയുന്നു, ഇത്തിരി സുന്ദരിയായിട്ടുള്ള മുറപ്പെണ്ണിനെ ഉപേക്ഷിച്ചിട്ട് ലാല് നടന്നു പോകുമ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ്, എൻ്റെ ഹൃദയം പൊട്ടി. ലാല് ഉപേക്ഷിച്ചിട്ട് പോവാണ് ശരി. അതാണ് ഞാൻ ശിവടുത്ത് പറയുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാലറിയാം, പറന്തിരിഞ്ഞ് പോകുന്ന സേതുമാധവനാണ് ആ പാട്ടിൽ ഭൂരിഭാഗം കണ്ടിട്ടുള്ളത്. അതാണ് ഒരു സിനിമാറ്റോഗ്രാഫറും ഡയറക്ടറും തമ്മിലൊരു കോർഡിനേഷൻ, പറയുന്നതിനെ ഉൾക്കൊള്ളാനുള്ളൊരു സിബിയുടെ ഒരു വലിയ മനസ്സാണ് അതിനുള്ള വിഷ്വൽസ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പലതും പറയുമ്പോൾ എനിക്ക് സങ്കടം വന്നു പോകും. ലാലു ഇപ്പോൾ ഇവിടെ ട്രെയിലർ കണ്ടു, കിടുങ്ങിപ്പോയി. കാരണം ഇന്നത്തെ തലമുറയിലുള്ള ആൾക്കാർ ഇത് കാണുമ്പോൾ വളരെ അത്ഭുതത്തോടെയായിരിക്കും ഈ സിനിമ കാണുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഞങ്ങൾ മുൻപ് പ്രവർത്തിച്ചവർക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അന്ന് കിരീടം എത്രയോ ഹിറ്റായിട്ടാണ് ഓടിയത്. മലയാള സിനിമയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ തന്നെ ചരിത്ര സിനിമയായി ഈ സിനിമ ഇങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ ഇതും ഒരു ചരിത്ര സംഭവമായി മാറും എന്നതിലൊരു സംശയമില്ല. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.